ക്രിസ്തുവിനെ പ്രതി തടവുകാരൻ. ബഹുമാനപ്പെട്ട ജോസ് പോൾ നെല്ലിശ്ശേരി അച്ഛൻ തൻ്റെ ജീവിതത്തെ സംഗ്രഹിക്കുന്ന തലക്കെട്ടാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അച്ഛൻ്റെ ജീവിതം അനാവരണം ചെയ്യുന്ന ആത്മകഥയുടെ പേരാണിത്. ബോധദീപ്തമായവനായിരുന്നു നെല്ലിശ്ശേരി അച്ഛൻ. കൽദായവാദികൾ അളയിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങിയത് 1954 മുതലാണ്. ആലോചന കൂടാതെ ആരാധനക്രമത്തിലെ സുറിയാനി പുനരുദ്ധാരണത്തിന് റോമ അന്നേ മുതൽ തുടക്കം കുറിച്ചു തുടങ്ങി. 1986 പുതിയ രാസക്രമം നിലവിൽ വന്നതോടുകൂടി കൽദായവൽക്കരണം നിർണായക ഘട്ടത്തിലായി. ബഹുമാനപ്പെട്ട ജോസ് പോൾ നെല്ലിശ്ശേരി അച്ഛൻ ഇതര മുന്നണി പോരാളികൾക്കൊപ്പം പ്രതിരോധത്തിനിറങ്ങി. ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള വിവിധ രൂപതകളിൽ നിന്ന് കൽദായ വിരുദ്ധ നിലപാടുകളുള്ള വൈദികരും അൽമായരും എറണാകുളത്തെ കേന്ദ്രീകരിച്ച് പോരാട്ടം തുടങ്ങി. പാണ്ഡിത്യം കൊണ്ടും അജപാലന വൈഭവം കൊണ്ടും ശ്രദ്ധേയനായ ബഹുമാനപ്പെട്ട നെല്ലിശ്ശേരി അച്ഛൻ സുസമ്മതനായ നേതാവായി. 1989 പുതിയ കുർബാനക്രമം നടപ്പിലാക്കി. ഭാഷയിലും പ്രാർത്ഥനയിലും ദുരൂഹത നിറഞ്ഞ കൽദായ ശൈലി കുർബാനയിൽ ഇടം പിടിച്ചതോടുകൂടി കൽദായ വിരോധം വൈദികരിലും അൽമായരിലും തീവ്രമായി. പ്രതിഷേധം നുരയുമ്പോൾ അന്ന് മെത്രാപ്പോലിത്ത ആയിരുന്ന മാർ ആന്റണി പടിയറ 5 വർഷം കഴിയുമ്പോൾ പരിഷ്കരിക്കാമെന്ന് വൈദികർക്ക് ഉറപ്പു നൽകി. 5 വർഷം കഴിഞ്ഞിട്ടും മെത്രാപ്പോലിത്തായുടെ വാഗ്ദാനം പാലിക്കപ്പെടാത്തതുകൊണ്ട് 21/8/1996 ബഹുമാനപ്പെട്ട നെല്ലിശ്ശേരി അച്ഛന്റെ അധ്യക്ഷതയിൽ കല്ലൂർ റിന്യൂവൽ സെന്ററിൽ വൈദികർ ഒരുമിച്ച് ചേർന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം അരമനയിൽ ചെന്ന് മെത്രാപ്പോലിത്തായ്ക്ക് ഔദ്യോഗികമായി മെമ്മോറാണ്ടം നൽകാൻ തീരുമാനമായി. ബസ്ലിക്കയിൽ മാർ ജോസഫ് പാറേക്കാട്ടിലിന്റെ കബറിടത്തിൽ പ്രാർത്ഥിച്ച് അരമനയിലേക്ക് പോകാമെന്ന് ബഹുമാനപ്പെട്ട നെല്ലിശ്ശേരി അച്ഛനും വൈലിക്കോടത്തച്ഛനും കൂടി ആലോചിച്ച് തീരുമാനിക്കുകയുണ്ടായി. വൈദികർ അറിയാതെ വൈലിക്കോടത്തച്ഛൻ പത്രക്കാരെ വിവരം അറിയിച്ചു. അന്ന് ഇലക്ട്രോണിക് മീഡിയ രംഗത്തില്ല. ഒപ്പീസ് പ്രാർത്ഥനയ്ക്ക് ശേഷം വൈദികർ ബസ്ലിക്കയിൽ നിന്ന് അരമനയിലേക്ക് നീങ്ങുമ്പോൾ 2 വരിയായാൽ നന്നായിരിക്കുമെന്ന് വൈലിക്കോടത്തച്ഛൻ അഭിപ്രായപ്പെടുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. പിറ്റേ ദിവസം പ്രമുഖ പത്രങ്ങളിൽ 1-ാം പേജിൽ വൈദികരുടെ അരമന മാർച്ച് എന്ന തലക്കെട്ടിൽ വാർത്ത വന്നു. തുടർന്ന് വൈദികർ അരമനയിലെത്തി മാർ പടിയറ പിതാവിന് നിവേദനം നൽകി. 30/10/1996 കൽദായവൽക്കരണത്തിനെതിരെ മലബാർ സിനഡ് മാർച്ച് നടത്തിയപ്പോഴും നെല്ലിശ്ശേരി അച്ഛൻ തന്നെയായിരുന്നു മുഖ്യ സംഘാടകൻ. ഈ സമരങ്ങളിലൂടെ പൊതുസമൂഹത്തിന്റെയും വത്തിക്കാന്റെയും ശ്രദ്ധയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലിറ്റർജി പ്രശ്നം കൊണ്ടുവരാൻ കഴിഞ്ഞു. നസ്രാണി പ്രീസ്റ്റ് കോൺഫറൻസ്, ലിറ്റർജിക്കൽ ആക്ഷൻ കമ്മിറ്റി തുടങ്ങിയ സംഘടനകളുടെ വിവിധ രൂപതകളിൽ നിന്ന് വൈദികരെ ഒരുമിച്ച് കൂട്ടി ജനാഭിമുഖ കുർബാനയ്ക്കായി പോരാട്ടം നടത്തുവാനുള്ള ശ്രമത്തിൽ നെല്ലിശ്ശേരി അച്ഛന്റെ നേതൃത്വ സ്ഥാനം എക്കാലവും സ്മരിക്കപ്പെടും. നമ്മിൽ നിന്ന് റോമ പിടിച്ചു വച്ചിരിക്കുന്ന അവകാശങ്ങൾ നാം വീണ്ടെടുക്കണം. ഈ വരികളിലൂടെ എറണാകുളത്തിന്റെ ദൗത്യം നെല്ലിശ്ശേരി അച്ഛൻ വെളിപ്പെടുത്തുന്നു. വിവിധ ഇടവകളിലെയും സ്ഥാപനങ്ങളിലെയും ശുശ്രൂഷകൾക്കൊപ്പമായിരുന്നു ആരാധനക്രമ വിഷയങ്ങളിലെ അച്ഛന്റെ ഇടപെടലുകൾ. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടിയിലെ റോസറി വില്ലേജ് അച്ഛന്റെ സേവനകാലത്തെ കലാസൃഷ്ടിയാണ്. ആയിരങ്ങൾക്ക് പ്രചോദനമായ ബഹുമാനപ്പെട്ട ജോസ് പോൾ നെല്ലിശ്ശേരി അച്ഛന് ആദരാഞ്ജലികൾ. നന്ദി.